നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ പരീക്ഷാ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നവംബർ മാസം 30 LGS പരീക്ഷയുടെ മൂന്നാമത്തെ ഘട്ടമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഈ മൂന്നാമത്തെ ഘട്ടം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നാലാമത്തെ ആ ഒരു ഘട്ടം എഴുതുവാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആകാംക്ഷ കൂടുതലുണ്ടാവും. കാര്യം ഞങ്ങളുടെ പരീക്ഷ എങ്ങനെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അതേപോലെ ഇന്ന് പരീക്ഷ എഴുതിയ ആളുകളെ സംബന്ധിച്ചൊരു ആശങ്കയും ഉണ്ടാകും. എത്രയായിരിക്കാം അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് എന്നൊക്കെ അവർക്കും ആശങ്കയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഉണ്ടാവും. അല്ലെ, പരീക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ LGS നിലവാരത്തിലുള്ള ഈ ഒരു ചോദ്യപേപ്പറാണ്. ഈ ഒരു ചോദ്യപേപ്പർ ഇന്ന് അനലൈസ് ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഈ ഒരു ചോദ്യപേപ്പർ വെച്ച് എക്സാം ഒക്കെ എഴുതി നോക്കുന്ന ആളുകൾ ആരെല്ലാം എന്ന് ചോദിച്ചാല് നമുക്ക് പറയാൻ പറ്റും. അല്ലെ, സെക്രട്ടേറിയറ്റ് OA പരീക്ഷ എഴുതുന്ന ഡിഗ്രിയുള്ള ആളുകൾ വരെ ഇന്നത്തെ ചോദ്യപേപ്പർ നല്ല രീതിയിൽ ചെയ്ത് പരിശീലിക്കാൻ ഒരു ശ്രമം നടത്തും. അതുകൊണ്ട് തന്നെ പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കാം ഇന്ന് നടന്ന ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് വരിക. പരീക്ഷ പൊതുവെ നോക്കിയാൽ എളുപ്പമായിരുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ കിട്ടുന്നത്. അല്ലെ, കാര്യം എന്താണ്? വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത തരത്തിലുള്ള മേഖല, അത് കണക്കിന്റെ മേഖല. അല്ലെ, ഏകദേശം വളരെ ലളിതമായ രീതിയിൽ ഒരല്പം യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ പേന എടുക്കാണ്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള കണക്കുകളായിരുന്നു ചോദിച്ചതിൽ ബഹുഭൂരിപക്ഷവും. അപ്പോൾ ഒരു LGS പരീക്ഷയ്ക്ക് ഈ പഠിക്കുന്ന ദീർഘകാലമായിട്ട് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കിയാൽ അവരുടെ ഒരു തൊഴിൽ പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തിരിക്കും? ഗണിതശാസ്ത്രത്തിന്റെ തന്നിരിക്കുന്ന ടോപ്പിക്കുകളിലൂടെ എല്ലാം നല്ല രീതിയിൽ പഠനം നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 15 മാർക്കിൽ കുറയാത്ത ഒരു സ്കോർ, അല്ലെ, 15 പ്ലസ് കിട്ടുള്ളൂ, 15 മൈനസ് വരില്ല. ആർക്ക് ഈ ഒരു റാങ്ക് പട്ടികയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് 15 കൂടുതൽ മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതേപോലെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നായിട്ട് നമ്മുടെ ആ ഒരു പബ്ലിക് ഹെൽത്ത്, ജീവശാസ്ത്രം, അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഈ മേഖലയിൽ നിന്നെല്ലാമായിട്ട് നമുക്കൊരു 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ട്. അല്ലെ, 20 എങ്ങനെ നോക്കിയാലും ഈ ഒരു വിഷയം പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്കാണെങ്കിൽ കൂടിയും കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 12 മാർക്കിൽ കുറയാത്ത ഒരു മാർക്ക് ഇവിടെയും സ്കോർ ചെയ്യാൻ സാധിക്കില്ല. 12 പ്ലസ്സേ ഉള്ളൂ, 12 പ്ലസ് കുറയത്തില്ല. അപ്പോൾ ഈ ഒരു മാർക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മാർക്കാണ്. ഇനി നമ്മൾ നോക്കിയാൽ 40 മാർക്കിന്റെ ജനറൽ നോളജ് ഉണ്ട്. അല്ലെ, 40 മാർക്കിന്റെ ജനറൽ നോളജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 30 മാർക്ക് എന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു മാർക്കാണ്. അതിൽ കുറയില്ല എന്ന് നമുക്ക് പറയാം. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഒരു 30 പ്ലസ് എന്ന് പറയുന്നത് ഇവിടെയും റാങ്ക് പട്ടികയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് എത്തിപ്പെടാൻ സാധിക്കും. അതായത് ഇവിടെ 20 മാർക്കിൽ 15, ഇവിടെ 20 മാർക്കിൽ 12, ഇവിടെ ഏകദേശം ഒരു 40 മാർക്കിൽ 30 മാർക്കും കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇനി അവശേഷിക്കുന്നത് 20 മാർക്കിന്റെ ഒരു കറണ്ട് അഫയേഴ്സ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇവിടെ 100 മാർക്കായി. അല്ലെ, 100 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നു. ഈ കറണ്ട് അഫയേഴ്സിൽ എത്രത്തോളം മാർക്കുകൾ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, അത്യാവശ്യം പത്രം വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പത്രം വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ പത്രം വായിക്കാത്ത ഒരാളിനല്ല, ഒരു 12ൽ കുറയാത്ത മാർക്ക് ഇവിടെയും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 12ൽ കുറയില്ല മാർക്ക്. പത്രം വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് 12 മാർക്കിൽ കുറയാത്ത ഒരു സ്കോർ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അങ്ങനെ നോക്കിയാൽ 5 2 7, 7 2 9 മാർക്ക് നമുക്ക് ഇവിടെ വന്നു. അല്ലെ, 9 മാർക്ക്. പിന്നെയോ ഇവിടെ 3 4 5 6, ഒരു 69 മാർക്ക് എന്ന് പറയുന്ന ഒരു ശരാശരി മാർക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ റാങ്ക് പട്ടികയിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തോട് പഠിക്കുന്ന ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, മിനിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് വെച്ചാൽ ഒരു 69 മാർക്കായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഭാസിസ് അക്കാഡമിയുടെ നിഗമനം എന്ന് പറയുന്നത്. ഈ 69 എന്ന് പറയുമ്പോൾ അത് പ്ലസ് ഓർ മൈനസ് 5 വരാം. പ്ലസ് ഓർ മൈനസ് 5 അതിൽ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ +5 -5 ഒക്കെ വരുന്നത് എവിടെയായിരിക്കാം എന്നിവിടെ നമ്മളൊന്ന് അറിയണം. അതായത് പരീക്ഷ നടന്ന ജില്ലകൾ നമുക്കറിയാം. അല്ലെ, ഒന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് പരീക്ഷ നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ നടന്നു. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ട്. കഴിഞ്ഞ തവണ വലിയ കാര്യമായ ഒരു ഉയർന്ന കട്ട് ഓഫ് വന്നു എന്നുണ്ടെങ്കിലും 69ഓളം മാർക്കാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം. അല്ലെ, അപ്പൊ അങ്ങനെ നോക്കിയാൽ
വലിയ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് വരാൻ ചാൻസ് കാണുന്നില്ല. ഇവിടെ ഒരു 69 to 74 എന്ന രീതിയിലേക്ക് നമുക്ക് കണക്കാക്കാം. അല്ലെ, ഒരു 69 to 74 മാർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ വരാൻ ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ജില്ല നമുക്കറിയാം, അതേതാണ്? തൃശ്ശൂർ ജില്ലയാണ്. LGS പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അപ്പോൾ ആ തൃശ്ശൂർ ജില്ലയിൽ എങ്ങനെയായിരിക്കാം ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടുത്തെ കട്ട് ഓഫ് മാർക്ക് തൃശ്ശൂർ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 67 മാർക്ക് മുതൽ ഒരു 72 മാർക്ക് വരെയുള്ള ഒരു മാർക്ക് ആയിരിക്കാം തൃശ്ശൂർ ജില്ലയ്ക്ക് വരാനായിട്ട് സാധ്യത കാണുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് ഒരു 67 മുതൽ 72 വരെയുള്ള ഒരു മാർക്കാണ്. ഇനിയുള്ളത് കോട്ടയം ജില്ലയാണ്. ഈ കോട്ടയം ജില്ലയിലാണെങ്കിൽ ഒരു 65-നും 70-നും ഇടയിലുള്ള മാർക്ക് ആയിരിക്കാം നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. പരീക്ഷ എഴുതിയ നിങ്ങളിൽ പല ആളുകളും, പരീക്ഷ ഹാളിന് വെളിയിൽ ഇരുന്ന് പരീക്ഷ എഴുതിയ പല ആളുകൾക്കും ഒക്കെ 80 മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. പരീക്ഷ ഹാളിന്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് പൊതുവെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും അനാവശ്യമാണെന്ന് തോന്നിപ്പിച്ച് തെറ്റിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു മൂന്നാമത്തെ LGS സ്റ്റേജിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു 69 മുതൽ 74 വരെ ആവാം. തൃശ്ശൂരിലാണെന്നുണ്ടെങ്കിൽ ഒരു 67 മുതൽ 72 വരെയുള്ള നിലവാരത്തിലേക്ക് വരാം. കോട്ടയം ആണെന്നുണ്ടെങ്കിൽ ഒരു 65-നും 70-നും ഇടയിൽ നിൽക്കാം എന്നുള്ളതാണ് ബാസിസ് അക്കാഡമിയുടെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. ഇത് ശരിയാവാം, ശരിയാവാതിരിക്കാം. നമ്മൾ പരീക്ഷാ പേപ്പർ കണ്ടതിന് ശേഷം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എത്ര പേര് എന്ന് ഒരു വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നമ്മുടേതായ രീതിയിൽ നടക്കുന്ന ഒരു വിലയിരുത്തലാണ്. ചിലപ്പോൾ ശരിയാവാം, ശരിയാവാതിരിക്കാം. എന്നിരുന്നാലും ഈ അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഇതായിരിക്കാം ചിലപ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം എന്നീ ജില്ലകളിലെ LGS പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.